കോട്ടയത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെ കാണാതായി. ഭരങ്ങാനം വിലങ്ങുപാറയിൽ മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേരെയാണ് കാണാതായത്. അമൽ കെ ജോമോൻ, ആൽബിൻ ജോസഫ് എന്നിവർക്കായി ഫയർഫോഴ്സ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. സനോജ് ചേരുകയാണ്. സനോജ്, എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? തിരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? നിലവിൽ കോട്ടയത്തു നിന്നുമുള്ള സ്കൂബ ടീം ഉൾപ്പെടെ ഈരാറ്റുപേട്ടയിലെ നന്മക്കൂട്ടം എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിലും സംയുക്തമായിട്ടാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമാണ് വിദ്യാർത്ഥികൾ രണ്ടുപേരും, അമലും ആൽവിനും, ഒരാൾ അടിമാലി സ്വദേശിയും മറ്റൊരാൾ മുണ്ടക്കയം തെക്കേമല സ്വദേശിയുമാണ്, ഇരുവരും ആറ്റിൽ കാണാതായി എന്ന വാർത്ത പരന്നത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തുകയും ചെയ്തുവെങ്കിലും ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ കോട്ടയത്തു നിന്നും സ്കൂബ ടീമും കൂടി സംഭവ സ്ഥലത്തേക്ക് എത്തി. ഇതിനൊപ്പമാണ് ഈരാറ്റുപേട്ടയിൽ നിന്നുമുള്ള നന്മക്കൂട്ടം എന്ന സംഘടനയുടെ നേതൃത്വത്തിലും തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുള്ളത്. രണ്ടുപേരെയും കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണങ്ങാനത്ത് ജർമ്മൻ ഭാഷ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് ഇരുവരുമെന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന വിശദീകരണം. എന്തായാലും നിലവിൽ രണ്ടുപേരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അഗ്നിരക്ഷാസേനയും പൊതുപ്രവർത്തകരും സന്നദ്ധ സംഘടനകളുമെല്ലാം. ശരി, വ്യക്തമാണ്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.